നിങ്ങൾ സ്ഥിരമായി സപ്ലിമെന്റ് എടുക്കുന്നവരാണോ അഥവാ പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിന്, മൾട്ടി വൈറ്റമിൻ ഇവയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഒന്ന് രീതിയിലാണ് സപ്ലിമെന്റ് കിട്ടുന്നത്. ഒന്ന് നാച്ചുറൽ സപ്ലിമെന്റ്. ഈ നാച്ചുറൽ സപ്ലിമെന്റ് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധാ പച്ചക്കറി, ഫ്രൂട്ട്സ്, മീറ്റ് ഇതിൽ നിന്ന് പ്രോസസ്സിംഗ് ചെയ്തുണ്ടാക്കുന്ന സപ്ലിമെന്റ് ആണ് നാച്ചുറൽ സപ്ലിമെന്റ്. ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആവാൻ കാരണം ഈ പ്രോസസ്സിങ്ങിന് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഇത് റയർ ആയിട്ട് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതൊന്നും നാച്ചുറൽ സപ്ലിമെന്റ് ആവണം എന്നില്ല. എന്നാൽ മറ്റു സപ്ലിമെന്റ് പറയുന്നത് സിന്തറ്റിക് സപ്ലിമെന്റ്. സിന്തറ്റിക് സപ്ലിമെന്റ് പറഞ്ഞാൽ പല പെട്രോളിയം ബൈ പ്രൊഡക്റ്റ്, നൈട്രജൻ, അമോണിയ പോലുള്ളവ, അതുപോലെ തന്നെ പല ഫാക്ടറി കെമിക്കൽസ് കൊണ്ടും പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് റെഡിമെയ്ഡ് ബാക്ടീരിയനെ വളർത്തി അതിൽ നിന്നും എടുക്കുന്ന വൈറ്റമിൻ, മിനറൽസും പ്രോട്ടീൻസും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഈ സപ്ലിമെന്റ് എന്ന് പറയുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്രിയാറ്റിൻ പൗഡർ എന്താണെന്ന് പറഞ്ഞു. പല ആളുകളും പറഞ്ഞു എനിക്കത് അറിയാം, ഇതിങ്ങനെ തന്നെയാണെന്നൊക്കെ. എന്നാൽ ക്രിയാറ്റിൻ പൗഡർ എന്നത് ഒരിക്കലും ഈ ഗ്ലൈസിനോ ആർജിനും കൊണ്ട് ഉണ്ടാക്കിയതല്ല. നിങ്ങൾ കഴിക്കുന്ന ക്രിയാറ്റിന്, നിങ്ങൾ കഴിക്കുന്ന ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ക്രിയാറ്റിനാണ്. അഥവാ സാക്രോസിൻ, സൈനാമൈഡ് വെച്ചുണ്ടാക്കുന്ന കെമിക്കൽസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ക്രിയാറ്റിൻ പൗഡറാണ് നിങ്ങൾ ഇന്ത്യക്ക് ചെയ്യുന്നത്. എന്നാൽ ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ഫുഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ആർജിനും, ഗ്ലൈസിൻ, മെത്തനോണിയം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഈ ക്രിയാറ്റിൻ പൗഡർ ആയാലും BCAA ആയാലും, BCAA എന്ന് പറഞ്ഞാൽ പെട്രോളിയം ബൈ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ ബാക്ടീരിയനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ഈ അമിനോ ആസിഡുകളൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്ന BCAA, ലൂസിൻ, ഐലോസിൻ, വെലിനിനും ഒക്കെ. എന്നാൽ നിങ്ങൾ കഴിക്കുന്ന 99% സപ്ലിമെന്റും സിന്തറ്റിക് സപ്ലിമെന്റാണ്. എന്നാൽ ഈ നാച്ചുറൽ സപ്ലിമെന്റിൽ നിന്നും സിന്തറ്റിക് സപ്ലിമെന്റിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല നാച്ചുറൽ ഫുഡുമായി ഈ സിന്തറ്റിക് സപ്ലിമെന്റിന്. ഇത് ഡിഫറെന്റ് സ്ട്രക്ചറാണ്, ഡിഫറെന്റ് കെമിക്കൽസ് ആണ്. ഫോർ എക്സാമ്പിൾ B9 ഇത് ഭക്ഷണം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോളൈറ്റ്. എന്നാൽ സിന്തറ്റിക് സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോളിക് ആസിഡ്. എന്നാൽ മറ്റൊരു സപ്ലിമെന്റ് ആണ് നാച്ചുറൽ പ്ലസ് സിന്തറ്റിക് അഥവാ നമ്മുടെ വേ പ്രോട്ടീൻ, സോയാ പ്രോട്ടീൻ ഒക്കെ. ഇത് പൂർണ്ണമായും നാച്ചുറൽ സപ്ലിമെന്റ് അല്ല, ഇതിൽ സിന്തറ്റിക് കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം നമ്മുടെ മധുരം ഉണ്ടാവാനും മറ്റൊരു ടേസ്റ്റ് ഉണ്ടാവാനും അതുപോലെ തന്നെ ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൽ കെമിക്കൽസ് അഥവാ സിന്തറ്റിക് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ഈ സോയാ പ്രോട്ടീനും വേ പ്രോട്ടീനും നാച്ചുറൽ അല്ല. ഇപ്പോഴത്തെ ആളുകൾക്ക് കൂടുതലും ലോങ് വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഷോർട്ടാക്കിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ഇടുക, അതുപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്യുക.